ബിഗ് ബോസ് മലയാളം സീസൺ 7 അവസാനിച്ചു. പക്ഷേ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്താണ് ഇവിടുത്തെ ചർച്ച? മുഖവുര കൂടാതെ എല്ലാവർക്കും അറിയാം, PR ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ച. അതെ, ഈ കരച്ചിൽ കുറെ നാളുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും കപ്പുമായി അനുമോൾ വീടണഞ്ഞിരിക്കുകയാണ്. കൂടെ കളിച്ച മത്സരാർത്ഥികൾ എല്ലാവരും കഴിവുള്ളവരായിരുന്നു, മികവുറ്റവരായിരുന്നു. പക്ഷേ അവർക്കാർക്കും കപ്പ് കൊടുക്കാതെ PR ഏജൻസിയുടെ പിൻബലത്താൽ യാതൊരു കഴിവുമില്ലാത്ത വെറുതെ ആ വീട്ടിൽ കുത്തിയിരുന്ന അനുമോൾക്ക് കപ്പ് കൊടുത്തുവെന്ന് സഹമത്സരാർത്ഥികൾ മുഴുവൻ പറയുന്നു. എന്നാൽ പുറം ലോകത്ത് പലതരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. മെജോറിറ്റി ആൾക്കാർ ഇപ്പോഴും പറയുന്നത് PR വർക്ക് കൊണ്ട് തന്നെയാണ് അനുമോൾ ജയിച്ചതെന്നാണ്. എന്നാൽ മറ്റൊരു കൂട്ടം ആൾക്കാർ പറയുന്നത് യഥാർത്ഥത്തിലുള്ള വിജയി അനീഷ് ആയിരുന്നു. പക്ഷേ അവസാന നിമിഷത്തിൽ വോട്ടിംഗ് പെർസെന്റേജ് പോലും വെളിപ്പെടുത്താതെ ലാലേട്ടൻ ഒറ്റയ്ക്കതിനെ അട്ടിമറിച്ചു. എന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വിജയിയെ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാം സ്ഥാനക്കാരനാകേണ്ടിയിരുന്ന അനീഷിനെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളുകയും യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന അനുമോളെ ഒന്നാം സ്ഥാനക്കാരിയാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കുറച്ചുനാൾ ലാലേട്ടനും നന്നായി ഏറുമേടിക്കുവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവർ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. ഇതിനിടയിൽ ഏഷ്യാനെറ്റ് വോട്ടിംഗ് പെർസെന്റേജ് എല്ലാം കൃത്യമായി പുറത്തുവിട്ടു. ഒന്നാമത്തെ ആഴ്ച മുതൽ അവസാനത്തെ ആഴ്ച വരെ, അതെ ഗ്രാൻഡ് ഫിനാലെ വീക്കിൽ വന്നു വീണ വോട്ടിന്റെ വരെ ആ പെർസെന്റേജ് വളരെ കൃത്യമായി പുറത്തുവിട്ടിട്ടുണ്ട്. എങ്കിലും ഒരു മനസുഖം. അതുകൊണ്ട് ലാലേട്ടനെ ഉൾപ്പെടെ എറിയാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ തയ്യാറായി നിൽക്കുകയാണ്. PR-ന്റെ പിൻബലത്തിലാണോ അനുമോൾ ജയിച്ചത്? ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാനും ഇപ്പോൾ പറയുകയാണ്, അതെ PR-ന്റെ പിൻബലത്തിൽ തന്നെയാണ് അനുമോൾ ജയിച്ചിരിക്കുന്നത്. ആരാണ് അനുമോൾക്ക് വേണ്ടി ഇത്രയും ഫലപ്രദമായ PR വർക്ക് ചെയ്തത്? ആ ചോദ്യത്തിന് ഞാൻ ആദ്യമായി പറയുന്ന മറുപടി രണ്ടാൾക്കാരുടെ പേരാണ്. ഒന്ന്, മലയാളം ബിഗ് ബോസിന്റെ ആസ്ഥാന റിവ്യൂവറായ രേവതി. രേവതിയുടെ വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, തുടക്കം മുതൽ തന്നെ അനുമോളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതെ, അനുമോൾ ഗെയിം കളിച്ചാലും കളിച്ചില്ലെങ്കിലും അനുമോൾക്കെതിരെ മാത്രമേ സംസാരിക്കാറുള്ളൂ. അനുമോളോടും ആ കുടുംബത്തോടും എന്തോ വ്യക്തി വൈരാഗ്യമുള്ളതുപോലെ അവർ ഗെയിം കളിച്ചാലും ഗെയിം കളിച്ചില്ലെങ്കിലും അവർക്കെതിരെ സംസാരിക്കും. അവർ നല്ലത് പറഞ്ഞാലും അതിനെതിരെ സംസാരിക്കും. അവർക്കെതിരെ പച്ചക്കള്ളം പോലും പലപ്പോഴും പല വീഡിയോകളിലും അവർ പറഞ്ഞിട്ടുണ്ട്. സമൂഹം ഒന്നടങ്കം അതിനെ എതിർക്കുകയും നിങ്ങൾ ആ പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു എന്ന് കൃത്യമായി വെളിപ്പെടുത്തുകയും ചെയ്തിട്ട് അല്പം പോലും ഉളുപ്പില്ലാതെ അയ്യോ അത് പറഞ്ഞ വഴിക്ക് തെറ്റിപ്പോയതാണ് എന്നൊരു അപ്പോളജി പറയാൻ പോലും തയ്യാറാകാതെ അനുമോളെ മാത്രം നിരന്തരമായി പള്ളു പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ വീഡിയോ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ അത് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത്രയും മോശമായിട്ട് ഈ സ്ത്രീ എന്തുകൊണ്ടാണ് ഒരാളിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള ചിന്ത പലരുടെയും ഉള്ളിൽ വരുവാൻ തുടങ്ങി. ഇവരെ ഏത് വീഡിയോ ചെയ്താലും എന്ത് കാര്യം പറയുവാൻ വേണ്ടി വന്നാലും അനുമോളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞാലും അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒന്ന് തിരികെ കയറ്റി അനുമോൾക്കിട്ട് 2 കൊട്ട് കൊടുക്കാതെ ആ വീഡിയോ അവസാനിപ്പിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ നല്ല ഒന്നാന്തരം PR വർക്ക് ആദ്യത്തെ ആഴ്ച മുതൽ അനുമോൾക്ക് വേണ്ടി ചെയ്തു തുടങ്ങിയത് ഈ ഒരു വ്യക്തിയാണ്. രണ്ടാമത് സീക്രട്ട് ഏജന്റ്. ഇതിന്റെ മറ്റൊരു വകഭേദമായിരുന്നു. സായിയുടെ ഓരോ വീഡിയോകളും ആൾക്കാർ കേൾക്കുവാൻ പോകുന്നത് ഇന്ന് അനുമോൾക്കിട്ട് ഏത് തരത്തിലുള്ള പൊങ്കാലയാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്നറിയുവാൻ വേണ്ടിയാണ്. സായി എപ്പോൾ വീഡിയോ ചെയ്താലും അനുമോളെക്കുറിച്ച് മാത്രം നെഗറ്റീവ് പറയുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു തൻ്റെ വീഡിയോകളിലൊക്കെ താൻ കുത്തി നിറച്ചുകൊണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാൾക്കാർ അനുമോൾക്ക് സമൂഹത്തിൽ ഉണ്ടാക്കി കൊടുത്ത ഒരു അംഗീകാരം അത് നിസ്സാരമൊന്നുമല്ല. ഈ രണ്ടാൾക്കാരും ചേർന്നുണ്ടാക്കി കൊടുത്ത ഹൈപ്പിന്റെ 100-ൽ 1 അംശം വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വിനു വിജയ് എന്ന് പറയുന്ന ഒറിജിനൽ PR ഏജന്റ് അനുമോൾക്കുണ്ടാക്കി കൊടുത്ത ഹൈപ്പ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത്? ഒന്നാമത്തെ ആഴ്ചയിൽ തന്നെ വോട്ടിംഗ് പെർസെന്റേജിൽ മറ്റുള്ളവരെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ട് 26.7% വോട്ടുമായിട്ട് അനുമോൾ മുൻപിലെത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ അത്ഭുതകരമായ മറ്റൊരു വസ്തുതയും കൂടി ശ്രദ്ധിക്കണം. 21.9% വോട്ടുമായി 2 പേർ അനുമോളുടെ തൊട്ട് പിന്നിൽ വന്നിട്ടുണ്ട്. അതിൽ ഒന്ന് രേണു സുധിയും ഒന്ന് ജിസയിലുമാണ്. ഈ രണ്ടാൾക്കാർ ഒരേ വോട്ടിംഗ് നിലവാരം പുലർത്തിക്കൊണ്ട് അനുമോളുടെ തൊട്ട് താഴെ 2ാം സ്ഥാനക്കാരായി വന്നത് PR വർക്കിന്റെ പിൻബലത്തിലാണോ അതോ ജനങ്ങൾ അവരെ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്തതാണോ? 2ാം ആഴ്ചയിലേക്ക് വന്നപ്പോൾ കളി അല്പം ഒന്ന് ഉഷാറായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് 16% വോട്ടുമായി 1ാം സ്ഥാനത്തേക്ക് എത്തിയത് ഷാനവാസാണ്. അവിടെ 14.6% വോട്ട് മാത്രമായിരുന്നു അനുമോൾക്ക് നേടുവാൻ കഴിഞ്ഞത്. ഇവിടെ എന്താണ് സംഭവിച്ചത്? അനുമോളുടെ PR വേണ്ട തരത്തിൽ 2ാമത്തെ ആഴ്ചയിൽ ഉണർന്ന് പ്രവർത്തിക്കാതിരുന്നത് കൊണ്ടാണോ അനുമോൾ താഴെ പോവുകയും ഷാനവാസ് ഗംഭീര കളി കളിച്ചത് കൊണ്ട് മുകളിൽ കയറിയതുമാണോ? 3ാമത്തെ ആഴ്ചയിലേക്ക് എത്തിയപ്പോൾ ഷാനവാസ് 33.5% വോട്ടാണ് കരസ്ഥമാക്കിയത്. ആ സമയത്ത് അനുമോൾക്ക് 29.6% വോട്ടുകൾ മാത്രമേ നേടുവാൻ കഴിഞ്ഞുള്ളൂ. പക്ഷേ ഇവിടെയും അനുമോളും ഷാനവാസുമാണ് മികച്ചു നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ വളരെ താഴെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അടുത്തത് 4ാമത്തെ ആഴ്ചയിലെ വോട്ടിന്റെ പെർസെന്റേജ് ആണ് കാണിക്കുന്നത്. 4ാമത്തെ ആഴ്ചയിൽ 25.3% വോട്ടുമായിട്ട് നൂറ 1ാം സ്ഥാനത്തേക്ക് എത്തി.
തൊട്ടു താഴെ 19.5% വോട്ടുമായി ബിന്നി രണ്ടാം സ്ഥാനത്തേക്കും എത്തി. എന്നാൽ ഇവിടെ ഒന്നാമത്തെ ആഴ്ചയിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയ രേണുസുതി വമ്പൻ വോട്ടിംഗ് ഇടിവിൽ 11.8% താഴ്ത്തപ്പെട്ടു. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നൂറ മൂന്നാം ആഴ്ചയിൽ ഇത്രയും വലിയ വോട്ടിംഗ് പെർസെന്റേജിലേക്ക് എത്തിയത്? ബിന്നി എന്തുകൊണ്ടാണ് മികച്ചു നിന്നത്? മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച രേണുസുതി എന്തുകൊണ്ടാണ് താഴേക്ക് പോയത്? അടുത്തത് അഞ്ചാമത്തെ ആഴ്ചയാണ്. അഞ്ചാമത്തെ ആഴ്ചയിൽ അനുമോൾ 19.9% വോട്ടുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ തൊട്ടു താഴെ 18% വോട്ടുമായി അനീഷ് വന്നു നിൽപ്പുണ്ട്. വീണ്ടും അടുത്ത ആഴ്ചയിലേക്ക് എത്തുന്നു. അവിടെ 23.6% വോട്ട് അനീഷിന് ലഭിച്ചപ്പോൾ 23.3% വോട്ട് മാത്രമാണ് ആറാമത്തെ ആഴ്ചയിൽ അനുമോൾക്ക് ലഭിക്കുന്നത്. ഇവിടെ അനീഷിനേക്കാൾ 0.3% അനുമോൾ താഴെയാണ്. ഏഴാമത്തെ ആഴ്ചയിൽ അനുമോൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആ ആഴ്ചയിൽ ഷാനവാസാണ് ഒന്നാം സ്ഥാനത്ത് വന്നത്. വോട്ടിംഗ് പെർസെന്റേജ് അദ്ദേഹത്തിന് 35.1%. എട്ടാമത്തെ ആഴ്ചയിലേക്ക് വരുമ്പോൾ അവിടെയും അനുമോള് നോമിനേഷനിൽ വന്നിട്ടില്ല. അവിടെ നോമിനേറ്റ് ചെയ്യപ്പെട്ട അനീഷ് ടോപ്പിൽ വന്നിട്ടുണ്ട്, 33.3%. പക്ഷെ ഷാനവാസ് കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് താഴേക്ക് പോയി 24.9% മാത്രമേ ഷാനവാസിന് ഇപ്പോൾ ലഭിച്ചുള്ളൂ. ഒൻപതാം ആഴ്ചയിൽ അനുമോൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒൻപതാം ആഴ്ചയിൽ അനുമോൾക്ക് 30.5% വോട്ടാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ 10ആം ആഴ്ചയിലേക്ക് വരുമ്പോൾ അനുമോളുടെ വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായി ഇടിവുണ്ടായി. 22.4%ആയിട്ടെത്തി. അവിടെ അനീഷ് 26.2%വുമായി അനുമോളുടെ മുകളിൽ നിൽക്കുകയാണ്. തുടർന്ന് കാണുന്നത് വീണ്ടും നൂറ കുതിച്ചു കയറുന്ന കാഴ്ചയാണ്. 11ആം ആഴ്ചയിലേക്ക് വരുമ്പോൾ നൂറ 20.5% വോട്ട് നേടിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നു. അവിടെ ഷാനവാസ് 27.3% വോട്ടുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. 12ആം ആഴ്ചയിൽ അനുമോളും അനീഷും നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അനുമോൾക്ക് 22.6% വോട്ട് ലഭിച്ചപ്പോൾ അനീഷിന് 22.2% വോട്ടാണ് ലഭിച്ചത്. അനുമോളേക്കാൾ 0.4% ഇവിടെ അനീഷ് താഴെ വന്നു. അടുത്തത് 13ആമത്തെ ആഴ്ച. ഈ 13ആം ആഴ്ചയിൽ 27.2% വോട്ടിലേക്ക് അനുമോൾ വീണ്ടും കുതിച്ചു കയറിയപ്പോൾ അനീഷിന്റെ ഗ്രാഫ് താഴേക്ക് പോയി. 23.6% മാത്രമാണ് ആ 13ആം ആഴ്ചയിൽ അനീഷിന് സ്കോർ ചെയ്യുവാൻ കഴിഞ്ഞ വോട്ട്. എന്ന് വെച്ചാൽ ഫിനാലെ വീക്കിന്റെ തൊട്ട് മുൻപുള്ള ആഴ്ചയിലും ഏകദേശം 4% വോട്ടിംഗ് പെർസെന്റേജ് അനീഷിനേക്കാളും മുകളിൽ അനുമോൾ തന്നെയാണ് നിൽക്കുന്നത്. ഈ സമയങ്ങളിലെല്ലാം പുറം ലോകത്ത് അതിശക്തമായ ആക്രമണം ഈ സീക്രട്ട് ഏജന്റ് രേവതി ഉൾപ്പെടെയുള്ള ആൾക്കാർ അനുമോൾക്കെതിരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. വീടിനകത്ത് എല്ലാവരും കൂടി അനുമോളെ മാത്രം ടാർഗറ്റ് ചെയ്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പുറം ലോകത്തെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ആഴ്ചയിൽ റീ എൻട്രി എന്ന് പറഞ്ഞൊരു കൂട്ടം ആൾക്കാർ അകത്തേക്ക് കയറി. അവരായിരുന്നു ഏറ്റവും ഫലപ്രദമായ രീതിയിൽ അനുമോൾക്ക് വേണ്ടി PR വർക്ക് ചെയ്തത്. അതിൽ മികച്ചു നിന്ന വ്യക്തി കട്ടപ്പ ശൈത്യയായിരുന്നു. ശൈത്യയാണ് സംഗതി തുടങ്ങി വെച്ചത്. ആദിലയും നൂറയും അത് ഏറ്റെടുത്തു. അതിനുശേഷം ബിൻസി, അപ്പാനി തുടങ്ങിയ വ്യക്തികൾ അത് നല്ല ഒന്നാന്തരമായി കത്തിച്ചു കയറ്റി. ആ ദിവസങ്ങളിൽ ആ വീട്ടിൽ സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് നമ്മളെല്ലാവരും കണ്ട കാഴ്ചയാണ്. ഈ വോട്ടിംഗ് പെർസെന്റേജുകൾ വിലയിരുത്തുക. അതിനുശേഷം ഈ വോട്ടിംഗ് നടന്ന ഓരോ ആഴ്ചകളിലും അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടി നിങ്ങളൊന്ന് ഇറങ്ങി ചെല്ലുക. പുതപ്പിനടിയിലെ ഒളിഞ്ഞുനോട്ടം ഉൾപ്പെടെ ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ അനുമോൾക്കെതിരെ ഉണ്ടായി. അനുമോളെ പുറത്തും അകത്തുമുള്ള ആൾക്കാർ നിരന്തരമായി നിലം തൊടിയിക്കാതെ ആഞ്ഞടിച്ചു കൊണ്ടിരുന്നൊരു സമയം. ലാലേട്ടൻ ഉൾപ്പെടെ അനുമോളെ ഒരു സൈഡിലാക്കി ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയം. ഈ സമയങ്ങളിലൊക്കെ അനുമോൾക്ക് കാര്യമായിട്ട് വോട്ട് ലഭിച്ചിട്ടുണ്ട് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ജിസൈലിന്റെയും ആര്യന്റെയും പുതപ്പിനടിയിലേക്ക് ഒളിഞ്ഞു നോക്കി എന്ന് പറഞ്ഞ് കേരളക്കരയെ ആകെ എടുത്തിട്ട് അമ്മാനമാടിയ ആ ഒരാഴ്ചയുണ്ടല്ലോ, ആ സമയത്ത് ആർക്കെങ്കിലും അനുമോളെ വെളുപ്പിക്കുവാൻ കഴിയുമായിരുന്നോ? PR വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ എങ്ങനെ വെളുപ്പിക്കുവാനാ കഴിയുക? എല്ലാ ആൾക്കാരും അനുമോളെ തള്ളിപ്പറഞ്ഞ ആഴ്ചകളാണ് ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തും വോട്ടിങ്ങിൽ അവർക്ക് കാര്യമായി ഇടിവൊന്നും സംഭവിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഫാൻ ബേസ് ഉണ്ട്. അവരെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. രണ്ടാമത് ലാലേട്ടന്റെ മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞ വാക്കിൽ ഒരു മാറ്റവും വരുത്താതെ ഞാൻ കണ്ടു ആവർത്തിച്ച് ആ ഒരു വാക്ക് തന്നെ പറഞ്ഞു. അവസാന നിമിഷം വരെ അവരതിൽ ഉറച്ചു നിന്നു. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കിയാൽ ആര്യനും ജിസൈലും തമ്മിൽ എന്തൊക്കെയോ സംഗതി ഉണ്ട് എന്ന് പുറം ലോകത്ത് വ്യാഖ്യാനിക്കപ്പെടുവാനും തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ കൂടെ നിന്ന പല ആൾക്കാരും അത് അങ്ങനെ തന്നെ ആയിരുന്നുവെന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇവിടെ കണക്കെടുക്കുമ്പോൾ എല്ലാവരുടെയും വോട്ടിങ്ങിനെ കുറിച്ച് പറയാനൊന്നും നമുക്ക് നേരമില്ല. ഒത്തിരി ടൈം എടുക്കും. നിങ്ങൾ ആ കൊടുത്തിരിക്കുന്ന ചാർട്ട് ഒന്നുകൂടി കാര്യമായിട്ടൊന്ന് പരിശോധിച്ച് നോക്കുക. ഇവിടെ ഒരു പണിയും ചെയ്യാതിരുന്ന ആൾക്കാർക്ക് പോലും കാര്യമായി വോട്ട് ലഭിച്ചിട്ടുണ്ട്. ആരിവർക്ക് വേണ്ടി PR വർക്ക് ചെയ്തിട്ടാണ്? സാബുമാൻ എങ്ങനെയാണ് ഈ അവസാനത്തെ ആഴ്ച വരെയോളം അവിടെ നിലനിന്നത്? ആര് PR വർക്ക് ചെയ്തത് കൊണ്ടാണ്? നെവിൻ അവിടെ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നെവിൻ ആ സമയത്ത് പുറത്തു പോകാതെ അയാൾ അകത്ത് നിലനിൽക്കുകയും ഫിനാലെ വീക്ക് വരെ എത്തുകയും ചെയ്തത്?
നിങ്ങൾ പറ, ആരുടെ PR വർക്ക് കൊണ്ടായിരുന്നു? ഒരു PR ഏജന്റിന് എങ്ങനെയാണ് ഒരു മത്സരാർത്ഥിയെ അതിനകത്ത് എവിക്റ്റ് ആകാതിരിക്കുവാൻ വേണ്ടി പിടിച്ചു നിർത്തുവാൻ കഴിയുക? എനിക്ക് പല തവണ ആലോചിച്ചിട്ടും അതിന്റെ ആ ഗുട്ടൻസ് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് എന്താണ് വിശ്വസിച്ചിരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഓരോ മത്സരാർത്ഥികളുടെ കയ്യിൽ നിന്നും ഓരോ PR ഏജന്റുമാരും പണം വാങ്ങിക്കുന്നു. പണം വാങ്ങിച്ചതിന് ശേഷം കൃത്രിമമായിട്ട് ഹോട്ട്സ്റ്റാറിലേക്ക് റോബോട്ടിക് വോട്ടുകൾ, ബോട്ട് വോട്ടുകൾ അടിച്ചു കയറ്റുന്നു എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരു PR ഏജന്റിന് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിത് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ബഹുഭൂരിപക്ഷം ആൾക്കാരും കാണുന്നത് എപ്പിസോഡാണ്. അവർക്ക് ലൈവ് ഒന്നും കുത്തിയിരുന്ന് കാണുവാൻ പറ്റില്ല. പല തൊഴിലുമായി പല സ്ഥലങ്ങളിൽ നടക്കുന്ന ആൾക്കാരാണ്. അവര് എപ്പിസോഡ് മാത്രമാണ് കാണുന്നത്. എന്നാൽ ഈ ലൈവിൽ കാണിക്കുന്ന ധാരാളം കാര്യങ്ങൾ അത് ഓരോരോ മത്സരാർത്ഥികൾക്കും ഗുണകരമായി മാറുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊന്നും എപ്പിസോഡിൽ വരാത്തത് കൊണ്ട് അത് കൃത്യമായി കട്ട് ചെയ്തെടുക്കുക, അത് റീലുകളായിട്ട്, പോസ്റ്റുകളായിട്ട് സോഷ്യൽ മീഡിയ വഴി മാക്സിമം പ്രചരിപ്പിക്കുക, അവരുടെ മത്സരാർത്ഥിയെ മറ്റുള്ളവരുടെ മുൻപിൽ നല്ല വ്യക്തിയായി ചിത്രീകരിക്കുക എന്നുള്ളതിനപ്പുറത്ത് PR ഏജന്റിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഇത് കാണുന്ന സാധാരണക്കാരൻ, അവന് ബോധമുള്ളവനല്ലേ, അവന് ചിന്തിക്കാൻ പറ്റില്ലേ? ഈ കാണുന്നതിന്റെയും കേൾക്കുന്നതിന്റെയും ന്യായവും അന്യായവും എന്താണെന്നുള്ളത് അവന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അനുമോളുടെ PR ഏറ്റെടുത്തിരിക്കുന്ന വിനു വിജയ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണോ? അങ്ങനെ അയാൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ സാധാരണ മനുഷ്യനൊന്നുമല്ല, ഒരസുര ജന്മമാണ്, അല്ലെങ്കിൽ അയാൾ ദൈവമാണെന്നൊക്കെ പറയേണ്ടി വരും. കാരണം തെറ്റായ സന്ദേശം നിരന്തരമായി ഒരു കൂട്ടം ആൾക്കാരുടെ ഉള്ളിലേക്ക് ശരി എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് നിരന്തരമായി അനുമോളെ വെള്ളപൂശി ഒരു കൂട്ടം ആൾക്കാരെ അയാൾ ബ്രെയിൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, 1, 2, 3 ആൾക്കാരെ അല്ല, ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകരെ അയാൾ ബ്രെയിൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ സാധാരണ മനുഷ്യനൊന്നും പറയാൻ പറ്റില്ല. അയാൾ മനുഷ്യനല്ല, അതിൻ്റെയൊക്കെ മുകളിലാണ് അയാളുടെ റേഞ്ച്. ഇത് ശരിക്കും പരാജയം അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു കൂട്ടം ആൾക്കാരുടെ രോദനമായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കുവാൻ കഴിയുകയുള്ളൂ. ഈ സീസണിൽ മാത്രമല്ല, കഴിഞ്ഞ വർഷം ജിൻഡോ കപ്പടിച്ചപ്പോഴും ഇത് തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് ജിൻഡോയ്ക്ക് വേണ്ടി PR എടുത്തത് ഇദ്ദേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ജിൻഡോയെ അദ്ദേഹം വിജയിപ്പിച്ചു. അഖിൽ മാരാർ കപ്പടിച്ചതും ഈ PR-ന്റെ പിൻബലത്തിൽ തന്നെയായിരുന്നു. ശോഭ ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അഖിൽ കപ്പടിച്ചത് ഇങ്ങനെ തന്നെയായിരുന്നു എന്നാണ്. അഖിൽ മാരാർ ഒരു കണ്ടന്റ് കൊടുത്തില്ല, വെറും പാഴ് ജന്മമായിരുന്നു അഖിൽ മാരാർ. പക്ഷേ PR ഏജന്റ് ആയിരുന്നു അയാളെയും വിജയിപ്പിച്ചത്. അതിനു മുൻപുള്ള സീസൺ, ഡോക്ടർ റോബിന്റെ സീസണിൽ ദിൽഷ ജയിച്ചു. എങ്ങനെയാണ് ദിൽഷ ജയിച്ചത്? അതും PR-ന്റെ പിൻബലത്തിലായിരുന്നു. ഏതെങ്കിലും ഒരു മത്സരാർത്ഥി സ്വന്തം കഴിവുകൊണ്ട് വിജയിച്ച് പുറത്തു വന്നതായിട്ട് മലയാളക്കരെ ഒന്നടങ്കം സമ്മതിച്ചിട്ടുണ്ടോ? ഒരു കൂട്ടം ആൾക്കാർ വിജയം ആഘോഷിക്കുമ്പോൾ മറ്റൊരു കൂട്ടം ആൾക്കാർ, പരാജയം സമ്മതിക്കുവാൻ കഴിയാത്തവർ, അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് PR ആണ്, ഇത് കൃത്രിമമായ വിജയമാണ് എന്നുള്ളത്. ഇവിടെ ഞാൻ തൊപ്പിയെ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. തോൽവിയായിട്ട് അയാൾ സമ്മതിച്ചു. അയാൾ എന്താണ് പറഞ്ഞത്? ഇതെന്റെ പ്രസ്റ്റീജിന്റെ ഇഷ്യൂ ആണ്. അഖിൽ മാരാർ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണോ അതോ തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണോ ജയിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അംഗം കുറിച്ച് മുൻപോട്ടിറങ്ങി തിരിച്ച വ്യക്തിയാണ് അയാൾ. ആഹ്വാനം ചെയ്തു, ലക്ഷക്കണക്കിന് ആൾക്കാർ വോട്ട് മറിക്കും എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം അയാളുടെ ഓരോ ലൈവ് കാണാൻ വന്നിരിക്കുന്നവരും ലക്ഷക്കണക്കിന് ആൾക്കാരാണ്. അത്രയും ആൾക്കാർ അനുമോൾക്കെതിരായിട്ട് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനീഷ് വിജയിച്ചു കയറേണ്ടതല്ലേ? തൊപ്പി വോട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ സ്വാഭാവികമാണ് ലക്ഷക്കണക്കിന് വോട്ടുകൾ തൊപ്പി മറിച്ച് അനീഷിന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അനീഷ് ജയിച്ചില്ല. അതെന്തുകൊണ്ടാണ്? അവസാന റിസൾട്ട് വരുമ്പോൾ അനീഷിനേക്കാൾ 2 ലക്ഷം വോട്ടുകൾക്ക് മുൻപിലായിരുന്നു അനുമോൾ നിലകൊണ്ടത്. അതെ, അനുമോൾക്ക് മലയാളി സമ്മാനിച്ചതാണ് ഈ വിജയം, അല്ലാതെ PR-ന്റെ മിടുക്ക് കൊണ്ടൊന്നും ജയിച്ചു കയറി വരുന്നതല്ല. PR-നൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ടേ. അതിനൊക്കെ ഒത്തിരി അപ്പുറത്താണ് ജനങ്ങളുടെ ചിന്താശേഷിയും അതേ തുടർന്നുള്ള പ്രതികരണങ്ങളും ഒക്കെ കാണുവാൻ കഴിയുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. തൊപ്പി അത് തുറന്നു പറഞ്ഞു, തോൽവി തന്നെയാണ്, ഒരു ന്യായീകരണത്തിനും ഒരർത്ഥവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് ലൈവിൽ ഇരുന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നുവെന്ന്. പക്ഷേ കൂടെ കളിച്ച പല ആൾക്കാർക്കും ഇപ്പോഴും തോൽവി സമ്മതിക്കാൻ പറ്റുന്നില്ല. ആസ്ഥാന റിവ്യൂവർമാർക്ക് ഇപ്പോഴും തോൽവി അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും മെഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സീസൺ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ടോക്സിക് ആയിരുന്നു, മറ്റേതാ മറിച്ചേതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ആൾക്കാരെയും കുറ്റപ്പെടുത്തി തടിയൂരി രക്ഷപ്പെടുവാൻ വേണ്ടി ശ്രമിക്കുകയാണവർ. എന്തായാലും സോഷ്യൽ മീഡിയ മുഴുവനും PR എന്ന് പറഞ്ഞുകൊണ്ടുള്ള കരച്ചിൽ മാത്രമാണ് കാണുന്നത്. മസ്താനി പറഞ്ഞതുപോലെയാണ്, ഇവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്തൊരു രസമാണ്. പ്രേക്ഷകരായ നിങ്ങളുടെ കമന്റുകൾ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.